എൻ്റെ പേര് ജൂബി ജോയ് എന്നാണ്. ഞാൻ കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ചാലക്കുടി അവിടെ നിന്നാണ് വരുന്നത്. ഈശോയ്ക്കും മാതാവിനും നന്ദി. ഞാൻ 2019 എൻ്റെ മമ്മി ഉടമ്പടി എടുത്തത്. അപ്പം എപ്പോഴും മമ്മി എനിക്ക് മാതാവിൻ്റെ കാര്യവും ഉടമ്പടിയുടെ കാര്യമൊക്കെ എപ്പോഴും പറയും. ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് പത്തനംതിട്ടയിൽ ഞാൻ ക്ലാസ്സിന് കയറി. അപ്പം അവിടെ എല്ലാവർക്കും ഓരോ ഇൻ്റർവ്യൂ സെക്ഷനും കാര്യങ്ങളൊക്കെ ഈ പഠനത്തോടൊപ്പം ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ മിക്കവർക്കും ഇൻ്റർവ്യൂ കിട്ടുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ കോളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ. അപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് വിഷമിച്ച് ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം മമ്മി എനിക്കാണെങ്കിൽ നമ്മൾക്ക് മാതാവിൻ്റെ ഇങ്ങനെ ലോക്കറ്റ് മമ്മി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ലോക്കറ്റ് മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു, ആ ലോക്കറ്റ് കയ്യിൽ പിടിച്ചിട്ട് നീ പ്രാർത്ഥിക്ക്, ഇൻ്റർവ്യൂവിന് ഇരിക്ക്, നിനക്ക് കിട്ടുമെന്ന് മമ്മി പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞാൻ ആ ലോക്കറ്റ് പിടിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂ സെക്ഷനിലിരുന്നു. അപ്പം എല്ലാവർക്കും ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുത്തുള്ളൂ. ഞാൻ ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് തന്നെ ആ എംപ്ലോയർ ഓൺ ദ സ്പോട്ടിൽ തന്നെ എൻ്റെ അടുത്ത് പറയുകയാണ്, എന്നെ സെലക്ട് ചെയ്തു എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആകെ മൊത്തത്തിൽ ഷോക്കായി. എന്ന് വെച്ചാൽ എനിക്ക് അവർ ചോദിക്കുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലൊന്നും ആവുന്നില്ല. പക്ഷേ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് അപ്പം തന്നെ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും മാതാവിനോട് ഞാൻ നന്ദി പറയുമായിരുന്നു. എന്നിട്ട് ഞാൻ മമ്മീൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, മമ്മി ഇതുപോലെ എനിക്ക് ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടി, എനിക്ക് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു, നീ ഇങ്ങനെ പഠിക്കുകയൊക്കെ അല്ലേ, നിനക്ക് ഉടമ്പടി എടുത്താൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നോക്കാനെടുക്കാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ പറഞ്ഞു, നിനക്ക് പറ്റില്ല, അപ്പം ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അപ്പം മാതാവിൻ്റെ ഒരു ഇതിൽ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയതിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു, ഇല്ല മമ്മി എനിക്ക് ഉടമ്പടി എടുക്കണം, ഞാൻ എടുക്കും. എന്നാൽ എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു, നമുക്ക് ആ ഉടമ്പടിയുടെ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. എങ്കിൽ പോലും പക്ഷേ എനിക്ക് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയതല്ലാതെ ഞാൻ തീരുമാനിച്ച് എനിക്ക് ഉടമ്പടി എടുത്തേ പറ്റുള്ളൂ, എനിക്ക് എടുക്കണം എന്നുള്ള തീരുമാനിച്ച് മമ്മിയുടെ അടുത്ത് പറഞ്ഞ് ഞാൻ അങ്ങനെ കൃപാസനത്തിൽ വരികയും 2023 ഞാൻ 7-ാം തീയതി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ആദ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വീട്ടിൽ അതേ ഉടമ്പടി പ്രകാരമുള്ള ഡെയിലി കുടുംബ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഉടമ്പടി എടുത്ത 88ാമത്തെ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ വീടിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബ പ്രാർത്ഥന എത്തിക്കുന്ന രൂപത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ആ എൻട്രൻസ് വരുന്നത്. അപ്പം ഞങ്ങളുടെ പ്ലൈവുഡിൻ്റെ ഒരു കതകാണുള്ളത്. അപ്പം ഞാൻ വെറുതെ പ്രാർത്ഥനയുടെ ഇടയിൽ എൻ്റെ ശ്രദ്ധ ഒന്ന് അങ്ങോട്ട് പോയി ആ കതകിൽ പോയി കഴിഞ്ഞപ്പം ഒരാളിൻ്റെ രൂപത്തിലുള്ള ക്രൂശിതനായ ഈശോയുടെ രൂപം ഞാൻ കണ്ടു. അപ്പം എനിക്കത് ഫുള്ളായിട്ട് നല്ല ക്ലിയറായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത് മോനിരിക്കുന്നുണ്ട്. മോനോട് ചോദിക്കുന്നുണ്ട്, മോനെ നിനക്ക് ആ പ്ലൈവുഡിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ, ഡോറിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ, മോനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും കാണുന്നില്ല, എനിക്ക് മാത്രമാണത് കാണുന്നത്. അപ്പം എൻ്റെ തോന്നലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ വീണ്ടും കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഈശോനെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും നമുക്ക് ആ ചോരയൊക്കെ വാർന്നൊഴുകുന്ന ആ രൂപം എല്ലാം കൃത്യമായിട്ട് എനിക്ക് കാണുന്നുണ്ട്. 88ാമത്തെ ദിവസം. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ എനിക്ക് കാണുന്നുണ്ട് സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അത് നിനക്ക് ഓരോ അനുഗ്രഹങ്ങൾ തരുന്നതാണ്, നീ അത് വെച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഉടമ്പടി ഇതുപോലെ പുതുക്കാൻ തുടങ്ങി. ഞാൻ എക്സാമിൻ്റെ സമയമായി. ഞാൻ ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. അപ്പം ഓരോ ഇതിനിടയിലാണ് എക്സാമിൻ്റെ സമയത്ത്
ഞാൻ ഈ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഈ എക്സാം എഴുതുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സാം പാസ്സായില്ല, രണ്ടാമത് പോയി ഒരു മൊഡ്യൂൾ, പിന്നെ പോയി ഒരു മൊഡ്യൂൾ, അങ്ങനെ കിട്ടി. സ്പീക്കിങ്ങിനാണെങ്കിൽ എനിക്ക് നമ്മുടെ അവിടെ അങ്ങനെ സ്പീക്കിങ് വലുതായിട്ട് ഇത് കൊടുക്കുന്നില്ല. അപ്പം അത്രയും പെർഫെക്റ്റായിട്ട് സ്പീക്കിംഗ് എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിരുന്നു സ്പീക്കിങ്ങിൻ്റെ എക്സാമിൻ്റെ സമയത്ത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീക്കിങ്ങിൻ്റെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഇരുന്ന് കൊന്തെത്തിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയില്ല എന്താ പറയണ്ടേന്നോ, ടോപ്പിക്ക് എന്ത് വന്നാൽ എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കൊന്തെത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൊന്തെത്തിച്ച് സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഞങ്ങൾ ഓരോ ഹാളിൽ ഇങ്ങനെ കയറ്റും. അപ്പം ഓരോരുത്തർ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തത് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹാളിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. ആ ഉപ്പ് ഞാൻ ആ ഹാളിൽ നിന്ന് കഴിഞ്ഞ് ശരിക്കും എനിക്ക് അവിടുന്ന് മാതാവിനെ എനിക്ക് ശരിക്കും എനിക്ക് കാണാൻ പറ്റി. ആ സിൽവർ ആ ഡ്രസ്സ് അതൊക്കെ എനിക്ക് ശരിക്കും കൃത്യമായിട്ട് എനിക്ക് കാണാൻ പറ്റി. എനിക്ക് മാതാവിന് അപ്പോൾ എനിക്ക് പിന്നെ പേടിയൊന്നും തോന്നിയില്ല. എന്ത് വരുന്നിടത്ത് വെച്ച് കാണാം, എന്തായാലും എനിക്ക് എൻ്റെ കൂടെ മാതാവുണ്ടെന്നൊരു തോന്നലിൽ ഞാൻ കയറി. അപ്പോൾ എനിക്ക് പാർട്ട്ണർ ആരെയും കിട്ടിയില്ല, എനിക്ക് പാർട്ട്ണർ ഇല്ല. എനിക്ക് എക്സാമിൻ്റെ പാർട്ട്ണർ എക്സാമിനർ തന്നെയാണ്. അപ്പം അവരുടെ അടുത്ത് നമ്മൾ പെർഫെക്റ്റ് നമുക്ക് ജയിക്കാനായിട്ട് ബുദ്ധിമുട്ട്. അവരുടെ അടുത്തൊക്കെ തർക്കിച്ച് നമുക്ക് ഡിബേറ്റ് സെക്ഷനൊക്കെ ഉണ്ട്, തർക്കിച്ച് ജയിക്കുക എന്ന് പറയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കറിയില്ല, അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് എക്സാം എഴുതി പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിനകത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ സ്പീക്കിങ് പാസ്സായി. അത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് അപ്പോഴും എനിക്ക് എന്താ പറഞ്ഞാൽ മനസ്സിനകത്ത് ഭയങ്കര സന്തോഷമായി. മാതാവ് എന്നെ ഇത്രത്തോളം അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പം പിന്നെ എനിക്ക് ലാംഗ്വേജ് ഒരു എന്താ പറഞ്ഞാൽ ഒരു ചെറിയൊരു അഹങ്കാരം പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ലാംഗ്വേജ് നന്നായിട്ട് പറയാൻ പറ്റും, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ലാംഗ്വേജിനോട് ഭയങ്കര ഇതുണ്ട്. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുള്ള കാരണം കൊണ്ട് 15 പ്രാവശ്യം ഞാൻ എക്സാം എഴുതി. റൈറ്റിങ് 1 മാർക്ക് 2 മാർക്കിനാണ് പോണത്. എനിക്ക് 3 മൊഡ്യൂളും കിട്ടി, സ്പീക്കിംഗ് ഒക്കെ ഒറ്റ സെഷനിൽ കിട്ടി. റൈറ്റിംഗ് മാത്രം കിട്ടുന്നില്ല. ഞാൻ 15 പ്രാവശ്യം ഞാൻ എഴുതി, എന്നിട്ടും റൈറ്റിംഗ് പാസ്സാവുന്നില്ല. എൻ്റെ ഇൻ്റർവ്യൂകൾ ജയിച്ചതൊക്കെ എനിക്ക് പോയി. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഒരു തരത്തിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാണ്ട് ഞാൻ ആകെ തകർന്നിരുന്നു. ഈ കഴിഞ്ഞ വർഷം അപ്പോൾ 5 വർഷമായി ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയ. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡെയിലി ബ്രെഡിൽ അച്ഛൻ്റെ ഇത് കേൾക്കുന്നത്. അച്ഛൻ ഡോക്യുമെൻ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ വിളിച്ച് പറയുന്നത്, ഡോക്യുമെൻ്റ് എടുക്കാനായിട്ട് സമയം തന്നു. ആ സമയത്ത് എനിക്ക് എൻ്റെ കയ്യിൽ വേറെ ഡോക്യുമെൻറ്റുകളൊന്നുമില്ല. പണ്ടങ്ങാണ്ട് ഇൻ്റർവ്യൂ കൊടുത്തതിൻ്റെ ഒരു പേപ്പർ എങ്ങാണ്ട് അവിടെ ഇരുന്നു. ബാക്കിയൊക്കെ പേപ്പർ ഞാൻ കത്തിച്ച് കളയുകയും ചെയ്തേ. അപ്പോൾ ഒരു പേപ്പർ എങ്ങാണ്ട് ഇരുന്ന് ആ പേപ്പർ ഞാൻ എടുത്തിട്ട് എന്താ പറഞ്ഞാൽ എനിക്ക് ജർമ്മനിയായിട്ട് റിലേറ്റഡ് ആയിട്ട് എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല മാതാവേ, ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ഡോക്യുമെൻ്റ് സമർപ്പിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് മനസ്സിനകത്ത് വേറെ ചിന്തകൾ എന്തൊക്കെയോ എന്താ പറയുക, എത്രത്തോളം പ്രാർത്ഥിച്ചിട്ടും എൻ്റെ കാര്യം നടക്കുന്നില്ല. അങ്ങനെ ഒരു തോന്നലിൽ തകർന്നിട്ടാണ് ഞാൻ ഇതിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വിശ്വസിക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഡേ തന്നെ എന്നെ വിളിച്ചിട്ട് പറയാണ്, ജൂബി കോൺഗ്രാറ്റ്സ്, നിനക്ക് വിസയുടെ അപ്പോയിൻമെൻറ്റ് റെഡിയാക്കാനായിട്ട് എംപ്ലോയർ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ എൻ്റെ ഏജൻറ്റ് വിളിച്ച് പറയാണ്. എനിക്ക് പെട്ടെന്നൊരു ഷോക്കായി. എന്താ വെച്ച് കഴിഞ്ഞാൽ വിചാരിക്കുന്നത് ഞാൻ എക്സാം പോലും പാസ്സായിട്ടില്ല. 3 മൊഡ്യൂൾ വെച്ചിട്ട് 3 മൊഡ്യൂളേ ഉള്ളൂ എൻ്റെ കയ്യിൽ. എക്സാം പോലും ഞാൻ പാസ്സായിട്ടില്ല. അപ്പം നിനക്ക് വിസയ്ക്ക് ഡേറ്റ് എടുക്കാനായിട്ട് എംപ്ലോയർ തീരുമാനിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ഏത് ഇതാണ്. ഞാൻ കുറേ ഇൻ്റർവ്യൂ പിന്നെ കൊടുക്കുകയൊക്കെ ചെയ്തു. ഒക്കത്തിൽ സെലക്ഷൻ കിട്ടുന്നുണ്ട്. ഈ പാസ്സാവാത്ത കാരണം കൊണ്ട് ഒക്കെ റിജക്റ്റായി പോവുമായിരുന്നു. എന്നിട്ട് എനിക്ക് ഡോക്യുമെൻ്റ് അയച്ചു തന്നു കഴിഞ്ഞപ്പം ഈ ഡോക്യുമെൻറ്റും ഞാൻ വെച്ച് പ്രാർത്ഥിച്ച ഡോക്യുമെൻ്റ് നോക്കി കഴിഞ്ഞപ്പോൾ എന്താണ്, ഒരേ സെയിം ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥിച്ച അതേ ഡോക്യുമെൻ്റ്, അതേ ഹോസ്പിറ്റലിൽ നിന്നാണ് എനിക്ക് കോൾ വന്നേക്കുന്നത്. എനിക്ക് വിസയ്ക്ക് ഡേറ്റ് എടുക്കാനായിട്ട് എംപ്ലോയർ തീരുമാനിച്ചേക്കുന്നത്. ഇതിൽ പരം അനുഗ്രഹം എനിക്ക് വേറെ കിട്ടാനില്ല. ഞാനത് എനിക്ക് ആരുടെടുത്തൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ, ഞാൻ എല്ലാവരുടെ അടുത്തും ഞാനത് പറഞ്ഞു. ഇതുപോലെ മാതാവ് അനുഗ്രഹം തരുന്നുണ്ട്. ഇത്രയും അനുഗ്രഹം എനിക്ക് കിട്ടിയ, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്, നമുക്ക് വിചാരിക്കാത്ത സമയത്ത് മാതാവ് അനുഗ്രഹം തരുന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് ഡേറ്റ് എടുത്തു. ഫസ്റ്റ് വിസ റിജക്റ്റായി. അത് കഴിഞ്ഞ് രണ്ടാമതും ഞാൻ കൊടുത്തു. ഞാൻ പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ല, രണ്ടാമതും കൊടുത്തു കഴിഞ്ഞ് നവംബറിലാണ് ഞാൻ കൊടുക്കുന്നത്. നവംബറിൽ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക്
ഒരു സാധാരണ 15 ദിവസം അല്ലെങ്കിൽ 22 ദിവസത്തിനുള്ളിൽ വിസ കിട്ടേണ്ടതാണ്. പക്ഷേ എനിക്ക് എൻ്റെ വിസ 3 മാസമായിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. അന്വേഷിച്ചപ്പോൾ വിസ ഹോൾഡിൽ വെച്ചേക്കാണെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോഴും എനിക്ക് മനസ്സിനകത്തൊരു ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. മാതാവായിട്ടാണ് എനിക്ക് ഈ ജോലി തന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണെന്ന് വെച്ചാൽ മാതാവ് തീരുമാനിക്കുമ്പോൾ ഞാൻ പോകും. ആ ഒരു തീരുമാനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേപോലെ അച്ഛൻ ഡോക്യുമെൻ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൽ വിസയ്ക്ക് തടസ്സമായിട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് ഫെബ്രുവരി മാസത്തിൽ തന്നെ. അപ്പം ഞാൻ എൻ്റെ വിസയുടെ കാര്യം ഞാൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മാതാവേ, എനിക്ക് എൻ്റെ പാസ്പോർട്ടും എൻ്റെ സർട്ടിഫിക്കറ്റും എനിക്ക് തിരിച്ച് കിട്ടിയാൽ മതി, അത് മാത്രമേ ഞാൻ മാതാവിനോട് ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. വിസ കിട്ടുമെന്നോ അങ്ങനെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല എന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് അടുത്ത ദിവസം തന്നെ എനിക്ക് മെയിൽ വന്നു, നിങ്ങളുടെ പാസ്പോർട്ട് അവിടുന്ന് ബാംഗ്ലൂർ കോൺസുലേറ്റിൽ നിന്ന് ജർമ്മൻ കോൺസുലേറ്റിൽ നിന്ന് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ പാസ്പോർട്ട് ഇവിടെ ചാലക്കുടിയിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് കോൾ വന്നു. ഞാനും ഹസ്ബൻഡും പോയി ചാലക്കുടിയിൽ പോയി നോക്കിയപ്പം എനിക്ക് എൻ്റെ കയ്യിൽ വിസ ഇരിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിസ കിട്ടിയെന്ന് പോലും നമുക്ക് സാധാരണ വിസ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ, ഭയങ്കര തുള്ളിച്ചാട്ടവും മനസ്സിലാകാതെ. പക്ഷെ എനിക്കൊന്നുമില്ല, ആകെ മൊത്തത്തിലൊരു മരവിപ്പ് പോലെയായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും അനുഗ്രഹം എനിക്ക് തന്നിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ താങ്ങാൻ പറ്റാത്തൊരവസ്ഥ പോലെയായി. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. എല്ലാവരുടെ അടുത്തും ഞാൻ ഈ കാര്യങ്ങൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നവരുടെതൊക്കെ ഞാൻ പറഞ്ഞു നടക്കുന്നുണ്ട്. കൃപാസനത്തിൻ്റെ കാര്യവും മാതാവിൻ്റെ കാര്യവും എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു നടക്കുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് വരും. അപ്പം അങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ അങ്ങനെ ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുക്കുകയും പിന്നെ പത്രം കൊടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൽ ഞാൻ ഈ 10-15 പ്രാവശ്യം എക്സാം എഴുതിയില്ല. ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പം 5-6 കെട്ടും പത്രം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. എന്നിട്ട് ട്രെയിനിൽ ഓരോ ബോഗിയിലും കയറി ഇറങ്ങി ആണ് ഞാൻ പത്രം കൊടുത്തിരുന്നത്. ഈ വിസയ്ക്ക് ഡേറ്റ് എടുക്കാനും ട്രിവാൻഡ്രം ഒക്കെ പോകുമ്പോഴും എല്ലാ സമയത്തും ഞാൻ ഈ പത്രം വിതരണമാണ് ട്രെയിനിലാണ് ഞാൻ ചെയ്യുന്നത്. ട്രെയിനിലും ബസ്സിലൊക്കെയാണ് ഞാൻ പത്രം വിതരണം നടത്തിക്കൊണ്ടിരുന്നത്. ഇനിയും പറയാൻ ചെറുതും വലുതുമായിട്ടുള്ള കുറേ അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പറയാൻ സമയം കുറവുള്ളത് കാരണം കൊണ്ട് ഞാൻ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി നിർത്തുന്നു. റോമ 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ജുബി ജോയി എന്ന ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. മകൾ കടന്നുപോയ വെല്ലുവിളികൾ, സഹനങ്ങൾ, തുടർച്ചയായ പരാജയങ്ങൾ, പ്രാർത്ഥനയുടെ ഒരു ശക്തി പോലും നഷ്ടപ്പെട്ട ദിവസങ്ങൾ, ഒന്നും മുൻപ് ചെയ്യുവാനാവാത്ത വിധം, ചെയ്യുവാനില്ലാത്ത വിധം ആകെ അസ്തമിച്ച് നിൽക്കുന്ന ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ. അവിടെ നിന്ന് അമ്മ മാതാവ് എങ്ങനെ അത്ഭുതകരമായി കഴിവിനപ്പുറം കൃപയാൽ മകളുടെ സ്വപ്നവും പരിശ്രമവുമായിരുന്ന ജർമ്മൻ ഭാഷയും ആ ജർമ്മനിയിലേക്കുള്ള യാത്രയും അനുഗ്രഹിച്ച് നൽകിയെന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ മകൾക്ക് ലഭിച്ച ഓരോ അനുഭവങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും ആ മകൾക്ക് സൂചിപ്പിച്ചത് ആ രൂപം ഇപ്പോഴും കൂടെയുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്. അത് ഒരു മകൾക്ക് കൊടുക്കുന്ന ദൈവികമായ ഉറപ്പാണ്. ഞാൻ നിന്നെ വിട്ടുപോയിട്ടില്ല, കൂടെയുണ്ട്. നിൻ്റെ സാന്നിധ്യം നീ അനുഭവിക്കുന്നുവെങ്കിൽ നിനക്ക് മേലുള്ള വിജയവും അനുഗ്രഹവും അതെപ്പോഴും നിനക്ക് ഉറപ്പായി, അല്പം വൈകിയാൽ പോലും ഉറപ്പായി നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രത്യാശയോട് കൂടി ഉടമ്പടി ജീവിക്കണം. ഉടമ്പടി നമ്മളെ കബളിപ്പിക്കില്ല, നമ്മൾ ഉടമ്പടിയെ കബളിപ്പിക്കരുത്. മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.